നിങ്ങൾ മദീനത്തെ പച്ചക്കുബ്ബ കണ്ടിട്ടുണ്ടാ? നബിയുടെ പച്ചക്കുബ്ബയുടെ ചിത്രം കണ്ടാൽ അതെടുത്ത് നമ്മൾ മുത്തണം, അത് നിലത്ത് വെക്കരുത്, അത് നമ്മൾ ഉയർന്ന സ്ഥാനത്ത് സൂക്ഷിക്കണം. നമ്മുടെ മുസല്ലയിൽ ആ നബിയുടെ പച്ചക്കുബ്ബയുണ്ടെങ്കിൽ അത് നിസ്കരിക്കാൻ നിൽക്കരുത്. ഉമ്മമാരെ, പല സാധാരണക്കാരും വിചാരിക്കുന്നത് ഈ മദീനത്തുള്ള പച്ചക്കുബ്ബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ സ്വഹാബികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ മദീനത്തെ പച്ചക്കുബ്ബ 7 തലമുറകൾക്ക് ശേഷം തലമുറകൾക്ക് ശേഷം ഹിജ്റ 678 കലാവൂൻ എന്ന ഒരു രാജാവ് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണിത്. അതായത് അത്രയും കാലം ഈ പച്ചക്കുബ്ബ എന്നുള്ളൊരു സാധനം തന്നെ ഉണ്ടാക്കിയിട്ടില്ല. ഈ മുസല്യാക്കന്മാർ പറയുന്ന പോലെയെങ്കിൽ ഈ നോക്കിയ പ്രതിഫലം കിട്ടുമെങ്കിൽ ആ പ്രതിഫലം സ്വഹാബികൾക്കും താബീയങ്ങൾക്കും തബ് താബീയങ്ങൾക്കും ഇമാമുമാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. ഈ കുബ്ബ ഉണ്ടാക്കിയ സമയത്ത് ഇതിന് സാധാരണ മരത്തിന്റെ നിറായിരുന്നു, പിന്നെ ഇതിന് വെള്ള നിറാക്കി മാറ്റി, അതിനുശേഷം പിന്നെ നീല നിറാക്കി മാറ്റി, അതിനുശേഷം ഷിയാക്കളും സൂഫികളും ഒക്കെ വ്യാപിച്ച കാലത്താണ് ഇതിന് പച്ച നിറാക്കി മാറ്റിയിട്ടുള്ളത്. കാരണം ഈ ഷിയാക്കളും സൂഫികളൊക്കെയാണ് ഈ പച്ച നിറത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുക, ഫുള്ള് പച്ചയാക്കി മാറ്റുക എന്നുള്ള സ്വഭാവം ഈ ഷിയാക്കളുടെ സ്വഭാവമാണ്. ഈ പച്ച നിറത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള രീതി നമ്മുടെ നാട്ടിലെ സമസ്തക്കാരൊക്കെ ഈ ഷിയാക്കളിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുള്ള കാര്യമാണ്. അന്നത്തെ രാജാവ് ഈ കുബ്ബ ഉണ്ടാക്കിയതിന് കാരണമായിക്കൊണ്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് മിസ്രിലും സിറിയയിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനകൾക്ക് മോടി കൂട്ടുകയും ഭംഗി കൂട്ടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അത് കണ്ട് ആകർഷകനായിക്കൊണ്ടാണ് അന്നത്തെ രാജാവ് ഇങ്ങനെ ഒരു കുബ്ബ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് മദീനത്ത് കാണുന്ന ഈ പച്ച കുബ്ബ എന്നുള്ളത് സ്വഹാബികളോ താബീങ്ങളോ തബ് താബീങ്ങളോ അല്ലെങ്കിൽ ഇമാമിങ്ങളോ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അവരൊന്നും അങ്ങനെ ചെയ്യുകയില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കുന്നതും ഖബറിന്റെ മേലെ ഉണ്ടാക്കുന്നതും ഒക്കെ ശക്തമായിക്കൊണ്ട് വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കുബ്ബ ഉണ്ടാക്കിയിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം മതത്തെപ്പറ്റി ബോധമില്ലാത്ത ഒരു വെളിവില്ലാത്ത ഒരു രാജാവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗളക്ക് പ്രാധാന്യമുണ്ട്, എന്നാൽ അതിന്റെ മേലിലുള്ള ഈ പച്ച കുബ്ബക്ക് ഒരു പ്രാധാന്യവും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അത് അള്ളാഹു റസൂലും തന്നെ കൊടുക്കേണ്ടതാണ്.